ഹലോ ഗൈസ്, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കൊല്ലം ട്രിപ്പ് പോയി. അപ്പോൾ അതിൻ്റെ ഒരു ലിറ്റിൽ വ്ളോഗാണ്. നമ്മൾ ടീം ആപ്കയുടെ കൂടെയാണ് പോയത്. ഇതൊരു അസോസിയേഷനാണ് ഫോർ എൽഡർലി പീപ്പിൾ ആൻഡ് ദ ട്രിപ്പ് വാസ് ടു ഓസം. നമ്മളിപ്പോൾ എവിടെയാണ്? ഓക്കെ, അപ്പൊ നമ്മള് അങ്ങോട്ടേക്ക് പോവാണ്. സോ നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷൻ ഈസ് ജഡായുപ്പാറ. നമ്മളങ്ങനെ ഇവിടെ എത്തിയിരിക്കുകയാണ്. ആൻഡ് ആദ്യം നമ്മൾ കുറച്ച് നേരം വെളിയിലൊക്കെ നിന്നു, കാരണം 10 മണിയാണ് അവിടുത്തെ എൻട്രി ടൈം. അപ്പോൾ നമ്മൾ അതിന് മുന്നേ അവിടെ എത്തി. നമ്മൾ ഓൺലൈൻ വഴിയാണ് ടിക്കറ്റ്സ് ഒക്കെ ബുക്ക് ചെയ്തത്. സോ എവറിത്തിങ് വാസ് വെരി ഹാസൽ ഫ്രീ. അങ്ങനെ നമ്മളിതാ അകത്തോട്ട് കയറാൻ പോവാണ്. ആൻഡ് നമ്മൾ അകത്തോട്ട് കയറി കഴിഞ്ഞതാ നമ്മൾ ആദ്യം കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലത്തിരിക്കും. പിന്നെ നമ്മൾ കുറച്ച് മേളിലേക്ക് പോയി കേബിൾ കാറിലൂടെയാണ് നമ്മൾ ജഡായുപ്പാറയിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേച്യൂൻ്റെ അടുത്തേക്ക് പോകുന്നത്. അങ്ങനെ നമ്മളിതാ നമ്മുടെ ആ ഒരു ടൈം ആവുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതളും എൻ്റെ ചേച്ചിയും അച്ഛനും അമ്മയും പിന്നെ നിയർ ബൈ നെയ്ബേഴ്സും എല്ലാവരും ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് സോ ലവ്ലി, ഭയങ്കര എൻജോയബിൾ ആയിരുന്നു. അങ്ങനെ ഇതാ നമ്മുടെ കേബിൾ കാർ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേബിൾ കാറിൽ കയറുന്നത്. ആക്ച്വലി ഞങ്ങളുടെ വീട്ടിലെല്ലാവരും തന്നെ ഫസ്റ്റ് ടൈമാണ് കയറുന്നത്. സോ വി ഡിഡ് ന്യൂ ഹൗ തിങ്സ് വേ ആൻഡ് അതിൽ കയറി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അതിങ്ങനെ വരുമ്പോൾ അതിങ്ങനെ മൂവിങ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ വേണം നമ്മളതിൽ ചാടിക്കയറാൻ. അങ്ങനെ ഇതാ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി. അങ്ങനെതാ നമ്മൾ നമ്മുടെ ജഡായുവിനെ ദൂരത്തുനിന്ന് കണ്ടു. കണ്ടോ പക്ഷേ കണ്ടോ കുഞ്ഞ? എന്റെ ദൈവമേ, അവരുടെ അച്ഛനൊക്കെ വേണ്ടി ഇരിക്കാൻ പോകുന്നത്. എന്തെല്ലാം കാണാൻ കിടക്കുന്നു. അങ്ങനെ ഇതാ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ആൻഡ് വി സോ അടുത്തുനിന്ന് കണ്ടു. ആൻഡ് ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ മാൻ. So that's a beautiful sculpture. Like it's so giant and lovely. പിന്നെ ഇതാ ഇവിടെ അടുത്ത് ഒരു അമ്പലമുണ്ട്. അപ്പോൾ അത് അവിടുത്തെ പ്രതിഷ്ഠ ഏതാണെന്ന് നമുക്കറിയില്ലായിരുന്നു. പക്ഷേ പിന്നെ നമുക്ക് മനസ്സിലായി അവിടെ ശ്രീരാമനാണ് അവിടുത്തെ പ്രതിഷ്ഠ. ലൈക്ക് ഐ എക്സ്പെക്റ്റഡ് അത് രാമൻ്റെ അമ്പലമാണ്. ജഡായു രാമ എന്നാണ് എഴുതിയേക്കുന്നത്. ഈ അമ്പലത്തിൽ ശ്രീരാമൻ്റെ വിഗ്രഹം, ഓ മോനെ ഒരു രക്ഷയില്ല, അടിപൊളി. ജഡായുപ്പാറ നേരിട്ട് കണ്ടിട്ട് ജഡായുപ്പാറ മനോഹരം, മനോഹരം, അതിമനോഹരമാണ് ജഡായുപ്പാറ. അത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും കാണണം. കേരളത്തിൽ ജീവിച്ചിട്ട് ഒരിക്കലും ജഡായുപ്പാറ കണ്ടില്ലെങ്കിൽ അതൊരു തീരാ നഷ്ടമായിരിക്കും. മരിക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നിങ്ങൾ കാണേണ്ട. ഈ ജഡായുപ്പാറയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച് സത്യാനന്ദ സരസ്വതി സ്വാമികളും ഇതാണ് ഏറ്റവും ടോപ്പിൽ നിന്നുള്ള ആ ഒരു വ്യൂ. നല്ലൊരു വ്യൂ ആയിരുന്നത്. ഹലോ ഗേഷ്, ഇതാണ് ശ്രീരാമപാദം. ശ്രീരാമപാദം ഇതാണ് ശ്രീരാമപാദം. സീതാന്വേഷണത്തിനായി വന്ന ശ്രീരാമന്റെ പാദം, തൃപ്പാദം. അങ്ങനെ നമ്മൾ ശ്രീരാമൻ്റെ പാദമൊക്കെ കണ്ട സന്തോഷത്തിൽ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. ആൻഡ് നമ്മൾ വീണ്ടും ഈ ഒരു സ്പോട്ടിലെത്തിയിരിക്കുകയാണ്. ഇത് നല്ലൊരു സ്പോട്ടാണ് ആക്ച്വലി. നമുക്കിങ്ങനെ ഇവിടെയൊക്കെ കയറി ഫോട്ടോ വീടുന്നെടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവിടെ ഇരിക്കാൻ പാടില്ല, ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ആൻഡ് ഇറ്റ് വാസ് സോ ലവ്ലി. ഐ ഫെൽ സോ ഗുഡ് ബീയിങ് ഹിയർ. കാരണം എന്താ, ജഡായുവിൻ്റെ ആ ഒരു സ്റ്റോറിയൊക്കെ അറിഞ്ഞിട്ട് നമ്മളിവിടെ വന്ന് നിൽക്കുമ്പോൾ വി വിൽ ഫീൽ സോ ഗുഡ്. ആൻഡ് എന്താ പറയുക, ഒരു ശരിക്കും പറഞ്ഞ ഒരു സെൽഫ്ലെസ് ലവിൻ്റെ ഒരു സ്റ്റോറിയാണ് ജഡായുവിൻ്റെ ആ ഒരു തൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടി, അല്ലെ സുഹൃത്തിൻ്റെ മകന് വേണ്ടി ദശരഥ മഹാരാജാവിൻ്റെ
ഫ്രണ്ടാണ് ജഡായു അക്കോർഡിംഗ് ടു ദ പുരാണാസ്. ആൻഡ് തൻ്റെ സുഹൃത്തിൻ്റെ മകന് വേണ്ടി അല്ലെ മകൻ്റെ ആ ഒരു വൈഫിനെ രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം സ്വന്തം ജീവൻ പോലും, അതൊരു പക്ഷിയാണ് എങ്കിൽ പോലും സ്വന്തം ജീവൻ പോലും ഉപേക്ഷിച്ച ഒരു മഹത്തായ. അങ്ങനെ അവിടെ നിന്ന് യാത്ര തിരിച്ച് നമ്മൾ സാമ്പ്രാണി കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ആൻഡ് അത് പ്രൊനൗൺസ് ചെയ്യുന്ന സാമ്പ്രാണി കോടി എന്നാണ്. നമ്മളവിടെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടു. ആൻഡ് അവിടെ നിന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ ആ സ്ഥലത്തേക്ക് പോവാണ്. ബോട്ടിലാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് ഈ സ്ഥലത്തിനെ പറ്റി, റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട്. ആൻഡ് ഫൈനലി വി ആർ ഹിയർ. നമ്മളിവിടെ ലാൻഡ് ചെയ്യുമ്പോൾ തന്നെ നേരെ നമ്മൾ വെള്ളത്തിലൂടെയാണ് കാലെടുത്ത് വെക്കുന്നത്. ആൻഡ് പക്ഷേ അങ്ങനെ കാലെടുത്ത് വെച്ചാലും വലിയ ആഴമൊന്നുമില്ല. ഈ ഒരു സമയത്ത് അതിന് ഒട്ടും തന്നെ ആഴമില്ലായിരുന്നു. ഞാൻ ഈ റീൽസിലൊക്കെ കാണുമ്പോൾ ഇതിനേക്കാളും ആഴമുണ്ടായിരുന്നു. ബട്ട് നമ്മളവിടെ ചെന്നപ്പോൾ വെറുതെ ഇപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ പ്രളയം വന്നാൽ ആക്ച്വലി ഇതിലും വെള്ളമുണ്ട്, ഫ്ലഡൊക്കെ വന്നാൽ. ആൻഡ് നമുക്കത് ഭയങ്കര ഒരു ന്യൂ സംഭവം അല്ലായിരുന്നു. ചുമ്മാ റാൻഡമായിട്ട് വെള്ളത്തിൽ കൂടെ നടക്കുന്നു എന്നുള്ളതുണ്ടായിരുന്നുള്ളൂ. ബട്ട് ഇറ്റ് വാസ് നൈസ്. ഇനി നമ്മൾ അടുത്ത ബോട്ടിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കുറച്ചും കൂടെ മാംഗ്രൂവ് ഫോറസ്റ്റ് ഒക്കെ ഉള്ള ഒരു സ്ഥലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ വീണ്ടും നമ്മൾ ബോട്ട് ചെയ്ത് അങ്ങോട്ടേക്ക് പോവാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ ഫോണിലെ ലെൻസിന് എന്തോ പറ്റിയതാണ് ആ കളർ നിങ്ങൾ കാണുന്നത്. ആ ഒരു വൈഡ് ക്യാം എടുക്കുമ്പോഴൊക്കെ ആ ഒരു എന്തോ ഒരു സാധനം വന്ന് കിടപ്പുണ്ട്. കുഴപ്പമില്ല, നമുക്കത് ശരിയാക്കാം. അങ്ങനെ നമ്മൾ ആ സ്പോട്ടിലെത്തിയിരിക്കുകയാണ്. നിറയെ മാംഗ്രൂവ് ഫോറസ്റ്റ് ഒക്കെ ഉള്ള ഒരു സ്പോട്ട്. ആൻഡ് അവിടെ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു, ഇങ്ങനെ വെള്ളത്തിൻ്റെ നടുക്കൊരു ലാൻഡ് മാത്രമായിട്ടുള്ള സ്ഥലം. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് കുറച്ച് നേരം അവിടെ നിന്നുള്ളൂ. ദെൻ നമ്മൾ വീണ്ടും തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ച് നമ്മൾ നല്ല ബോട്ട് യാത്ര തന്നെയായിരുന്നു. നല്ലൊരു പച്ചപ്പാണ് അവിടെ മൊത്തം. അങ്ങനെ നമ്മൾ കുറേ വീടുകളുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടു. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് കൊല്ലം ബീച്ചിലോട്ടാണ്. അത് നമ്മുടെ പ്ലാനിൽ ഇല്ലായിരുന്നു ആ സ്ഥലം, ബട്ട് സമയമുള്ളതുകൊണ്ട് നമുക്ക് അവിടെയും കൂടെ പോകാൻ പറ്റി. ഇവിടെ ഞങ്ങളൊരു റീൽ എടുക്കാനുള്ള തന്ത്രപ്പാടാണ് കാണുന്നത്. ആൻഡ് ദെൻ നമ്മൾ ബീച്ചിലെത്തി. ആൻഡ് എല്ലാവരും ഭയങ്കര കോഓപ്പറേറ്റീവ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ വ്ളോഗ് എടുക്കാനിരുന്നതല്ല, പക്ഷേ ഇവരുടെ എനർജി കണ്ട് ഇവർക്കെല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ വ്ളോഗ് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. കാരണം ഞാൻ വണ്ടിയിരുന്നപ്പോഴും വ്ളോഗിൻ്റെ അറിഞ്ഞിട്ട് ആലോചിച്ചു പോലും ഇല്ല. കാരണം എനിക്ക് എഡിറ്റ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. വ്ളോഗ് ഞാൻ എടുക്കും, പക്ഷെ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴും മറക്കും. പക്ഷേ ഇപ്പം ഞാൻ ഇത് പെട്ടെന്ന് എഡിറ്റൊക്കെ ചെയ്യുന്നത് ആ ഒരാൾക്കാരുടെ എനർജി ഞാൻ നേരിട്ട് കണ്ടുകൊണ്ട് ദേ ലൈക്ക് ടു സീ ദിസ് എന്നോർത്തിട്ടാണ്. സോ ബീച്ചിലും കൂടെ എത്തിയപ്പോൾ നമുക്കൊരു സന്തോഷം, സമാധാനം. ആൻഡ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ദ ഓവറോൾ ട്രിപ്പ് എല്ലാം നന്നായിട്ട് നമ്മൾ എൻജോയ് ചെയ്തു. എല്ലാവരും എൻജോയ് ചെയ്തു. അത് നമ്മളിത് ഒരു റീലൊക്കെ എടുത്താണ്. നമ്മളൊരു 2-3 റീലും കുറേ വീഡിയോസ്, ഫോട്ടോസ് എല്ലാം എടുത്തു. നല്ലൊരു ട്രിപ്പായിരുന്നു. ഇറ്റ് വാസ് സോ കംഫർട്ടബിൾ, എൻജോയബിൾ, അങ്ങനത്തെയൊക്കെ ഒരു ട്രിപ്പ്. ആൻഡ് ദെൻ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ ഡേ ഇവിടെ എൻഡ് ചെയ്യാണ്. ഒരു രാത്രി 10:30 ആയപ്പോൾ വീട്ടിലെത്തി. അപ്പോൾ ബൈ ബൈ.